ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ നാളെ ചൊവ്വാഴ്ചയാണ്. മുരുക ഭഗവാന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് ജോലിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, പവർഫുള്ളായിട്ടുള്ള ഒരു പരിഹാരം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് ഒരുപാട് പേര്. അപ്പം മിക്കവർക്കും ഞാൻ ഈ വെറ്റില ദീപം, തുവരപ്പരിപ്പ് ദീപമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ചെയ്ത് ഫലം കിട്ടിയ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ഞാൻ ഈ പറഞ്ഞു കൊടുത്ത ഈ 2 കാര്യങ്ങളല്ലാണ്ട് വെറ്റിലയിൽ ഭഗവാന് നമ്മൾ കുങ്കുമം സമർപ്പിച്ചുകൊണ്ട് ചൊല്ലേണ്ടുന്നൊരു മന്ത്രം, അത് ആക്ച്വലി ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്ത് ജോലി കിട്ടിയവരുണ്ട്, ആഗ്രഹം സാധിച്ചവരുമുണ്ട്. ആ ഒരു പോസ്റ്റും, അതായത് ആ ഒരു കമൻസും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ജോലിക്ക് വേണ്ടിയിട്ടും ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടും പവറുള്ള ഒരു പരിഹാരം ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അതേ പൂജ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കാരണം ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടിപ്പം ഇത് 6ാമത്തെ മാസമാണ്. അപ്പോൾ ഇത് തുടങ്ങിയ ആദ്യത്തെ മാസം, തുടങ്ങിയ ആ ഒരു മാസം, അതായത് ഈ വർഷം ജനുവരിയിൽ 2-ാം തീയതിയോ 3-ാം തീയതിയോ മറ്റോ ആണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. അതിനൊരു 32K സംതിങ് വ്യൂസ് ഉണ്ട്. എന്നാൽ പോലും എൻ്റെ ഇപ്പോഴത്തെ വ്യൂസ് ആരും തന്നെ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രവുമല്ല, അതിനിപ്പോഴും കമൻസ് വരാറുണ്ട് എനിക്കത് ചെയ്ത് ഫലം കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ആ ഒരു കമൻസും എനിക്ക് പങ്കുവെക്കണമെന്ന് തോന്നി. ആരെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പെട്ടെന്ന് വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലം കിട്ടുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കമൻസാണ് കാണിക്കുന്നത്. ഇത് വെറ്റില ദീപം, തുവരപ്പരിപ്പ് ദീപമൊക്കെ കൊളുത്തിയവരുടെയാണ്. അതേപോലെ തന്നെ ഭഗവാന് വെറ്റിലയിൽ കുങ്കുമം സമർപ്പിച്ചവരുടെയും. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. ഇത് കാണുമ്പം എൻ്റെ മനസ്സിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വെറ്റില ദീപമൊക്കെ കൊളുത്തി എല്ലാവർക്കും ഫലം കിട്ടിയിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു കുങ്കുമം സമർപ്പിക്കുന്നതും ഒരുപാട് പേര്, ഇപ്പോൾ ഒരു 3 പേരോളം നിങ്ങൾ കണ്ടു, 2 പേരോളം അവരാഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതുമാണ്. അപ്പം നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് നാളെ ചൊവ്വാഴ്ചയാണ് എന്നുള്ളത് മാത്രമല്ല, അഷ്ടമി തിഥിയാണ്. അഷ്ടമി തിഥിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ട്. അതുമാത്രവുമല്ല, വെളുത്തപക്ഷ ചൊവ്വാഴ്ചയാണ് നാളെ എന്ന് പറയുന്നത്. ഈ ഒരു വെളുത്തപക്ഷ ചൊവ്വയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, എന്താണോ നമ്മളിലോട്ട് വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പൂജ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് ഈ ഒരു വെളുത്തപക്ഷ ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളത്തെ ദിവസം ഈ പറയുന്ന പൂജ ചെയ്യാവുന്നതാണ്. ഇത് അടുപ്പിച്ച് നമ്മൾ 6 ചൊവ്വാഴ്ചയാണ് ചെയ്യേണ്ടത്. 6 ചൊവ്വ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയ്ക്ക് പീരിയഡ്സ് വന്ന് മുടങ്ങിപ്പോകുന്നത് അത് പ്രശ്നമാക്കേണ്ട. ഇനിയിപ്പം പുലവാലായ്മ വന്നാൽ വീണ്ടും നിങ്ങൾ ഒന്നേയും തുടങ്ങണം. ഇനിയിപ്പോൾ ഒരു അസുഖം വന്നു, പനിയാണ്, അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, അതായത് തടസ്സം വരാതെ നോക്കണം. അത്രയും ബുദ്ധിമുട്ടാണ്, പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരാഴ്ച സ്കിപ്പ് ചെയ്താൽ മതിയാവും. അപ്പം അതിനായിട്ട് ചൊവ്വ ഹോരയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ചൊവ്വ ഹോര എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ 7 വരെ, ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ, വൈകിട്ട് 8 മുതൽ 9 മണി വരെ. അപ്പോൾ ഈ ഒരു 3 സമയത്ത് ഏതൊരു സമയമാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയം തിരഞ്ഞെടുത്താൽ മതിയാവും. വെറും ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ ഒരു പൂജ ചെയ്യാൻ. അപ്പം ഈ ഒരു പൂജ ചെയ്യുമ്പം നിങ്ങൾ ചെയ്യേണ്ടത്, വെറ്റില ദീപം, തുവരപ്പരിപ്പ് ദീപമൊക്കെ കൊളുത്തുന്നുണ്ടെങ്കിൽ ഈ കൂടെ ഈ പൂജ ചെയ്യരുത്. കാരണം ഇത് സെപ്പറേറ്റ് ഒരു പൂജയാണ്, അതുകൊണ്ടാണ്. അപ്പം നിങ്ങളിപ്പം വെറ്റില ദീപം, തുവരപ്പരിപ്പ് ദീപമൊക്കെ കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും മറ്റു 2 ഹോരാ സമയമുണ്ടല്ലോ, ഉച്ചയ്ക്കോ വൈകിട്ടോ, ആ ഒരു സമയത്ത് ചെയ്യാവുന്നതാണ്.
എപ്പോഴും പറയുന്നത് പോലെ ഭഗവാന്റെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാനെ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് ഭഗവാന് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കണം. നെയ്ദീപം തന്നെ വേണം. നെയ്ദീപം അതിൻ്റെ ജ്വാല നോർമലി കിഴക്കോട്ടായാൽ മതിയാവും. അതിനുശേഷം ചെയ്യേണ്ടത് നല്ല ഒരു വെറ്റില എടുക്കുക. ഇവിടെ വെറ്റില തന്നെ വേണം. പകരമായിട്ട് ബ്രാസിൻ്റെ പ്ലേറ്റൊക്കെ എടുത്തോട്ടെ എന്ന് ചോദിക്കരുത്. വെറ്റിലയാണ് ഏറ്റവും ഉത്തമം. ഇനിയിപ്പോൾ ഞങ്ങൾ വെറ്റില കിട്ടാത്തിടത്താണ്, ഞങ്ങൾക്ക് യാതൊരുവിധ നിർവാഹവും ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈൻസ് ഒന്നും ഇല്ലാത്ത ഒരു പേപ്പർ എടുത്ത് അതിൽ ചെയ്യാവുന്നതാണ്. അതിപ്പം വൈറ്റ് കളറോ അല്ലെങ്കിൽ ഗ്രീൻ കളറോ ഒരു പേപ്പർ എടുത്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ വെറ്റില കിട്ടിയാൽ തീർച്ചയായും വെറ്റില എടുക്കണം. വെറ്റില എടുക്കുമ്പം അതിൻ്റെ ആ കാമ്പ്, എന്താണ് വെറ്റിലയുടെ കാമ്പ് എന്ന് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട്. വെറ്റിലയുടെ ആ ഒരു കുഞ്ഞു തണ്ടിനെയാണ് നമ്മൾ ഈ കാമ്പ് എന്ന് പറയുന്നത്. വെറ്റില കാമ്പിലാണ് ജ്യേഷ്ഠാഭഗവതി കുടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വെറ്റില കാമ്പ് മുറിച്ച് കളയണമെന്ന് പറയുന്നതിൻ്റെ കാരണം. അതിൽ തന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, ജസ്റ്റ് മുറിച്ച് കളഞ്ഞാൽ മതിയോ അതോ അത് മുഴുവൻ മുറിക്കണം? അത് കംപ്ലീറ്റ്ലി, ഞാനിവിടെ റൗണ്ട് ഇട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു വെറ്റിലയുടെ ആ ഒരു തണ്ട് എന്ന് പറയുന്നത് അത്രയുമാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മുറിച്ച് കളയണം. അങ്ങനെ മുറിച്ച് കളഞ്ഞതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് റെഡ് കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ എടുക്കാം. ഇനി ഇത് രണ്ടും കയ്യിലില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ കുങ്കുമത്തിൽ ഒരല്പം വെള്ളം ചാലിച്ചിട്ട് മന്ത്രം ഞാൻ ലാസ്റ്റ് എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് രാജരാജ സഹോദ്ഭൂതം രാജീവായച ലോചനം രതീഷ കോടി സൗന്ദര്യം ദേഹിമേ വിപുലാചര്യം. ഇതാണ് മന്ത്രം. നമ്മൾ വെറ്റിലയിൽ എഴുതണം. ഒരു തവണ എഴുതിയാൽ മതിയാവും. ഭയങ്കര പെർഫെക്റ്റായിട്ട് എഴുതണം എന്നൊന്നുമില്ല, നമുക്കൊന്ന് മനസ്സിലാവണം അത്രമാത്രം. അതുകൊണ്ട് തന്നെ വെറ്റില എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നല്ല വെറ്റില നോക്കി വേണം എടുക്കാൻ. അങ്ങനെ എഴുതിയതിന് ശേഷം ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിൽ നമ്മൾ ഈ ഒരു വെറ്റില ഭഗവാന് മുൻപിലായിട്ട് വെക്കണം. ശേഷം അതിൻ്റെ ദിശ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക്. നമ്മൾ വാഴയില ഇടുന്നത് പോലെ ഈ ഒരു വെറ്റിലയുടെ ദിശയൊന്നും നിങ്ങൾ നോക്കേണ്ട. ഭഗവാന് മുൻപിൽ നിങ്ങൾ ആ ഒരു വെറ്റില വെച്ചിട്ട് കുങ്കുമം എടുക്കുമ്പം പുതിയൊരു പാക്കറ്റ് കുങ്കുമം ഈ ഒരു പൂജയ്ക്കായിട്ട് മേടിക്കണം. എന്തായാലും പുതിയൊരു പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അത് ഒരുപാട് കാണും. നമ്മൾ ഈ ഒരു പൂജ ചെയ്ത് കഴിയുമ്പോഴും മിച്ചം വരുമല്ലോ. അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഫോട്ടോകൾക്കും വിളക്കിനുമൊക്കെ പൊട്ട് തൊടാനെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ലക്ഷ്മി പൂജയിൽ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാം. അതല്ല, ഈ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ഒരു ചൊവ്വാഴ്ച ഗ്യാപ്പിട്ട് നിങ്ങൾക്ക് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു പൂജ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുങ്കുമം പുതിയ പാക്കറ്റ് മേടിച്ചിട്ട് അതിൽ നിന്നും അല്പമായി നമ്മുടെ വലതു കൈയിലെ തള്ളവിരലും മോതിരവിരലും കൂട്ടിപ്പിടിച്ച് ഒരു അല്പമായി അതിൽ നിന്നും നമ്മൾ കുങ്കുമം എടുത്തുകൊണ്ട് നേരത്തെ വെറ്റിലയിൽ എഴുതാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട മന്ത്രമുണ്ടല്ലോ, അതേ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ ഭഗവാന് കുങ്കുമം സമർപ്പിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ 6 പ്രാവശ്യം, അതായത് ഒരു തവണ ഈ മന്ത്രം ചൊല്ലി കുങ്കുമം സമർപ്പിച്ചു, വീണ്ടും അങ്ങനെ 6 പ്രാവശ്യം അല്പം കുങ്കുമം മാത്രമേ എടുക്കാവുള്ളൂ. അതും ശ്രദ്ധിച്ചോണം. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഭഗവാന് ധൂപ ദീപ ആരതി എടുക്കണം. ശേഷം നിവേദ്യം സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തും സമർപ്പിക്കാം. ഭഗവാന് തേൻ സമർപ്പിക്കാം, പഴം സമർപ്പിക്കാം, പാല് സമർപ്പിക്കാം. നിങ്ങളെക്കൊണ്ട് എന്ത് പറ്റുമോ അത് സമർപ്പിച്ചാൽ മതിയാവും. അതും സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ആഗ്രഹം സാധിക്കാനാണോ, ജോലിയെങ്കിൽ ജോലി, അങ്ങനെയല്ല വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാനാണെങ്കിൽ ആ ഒരു ആഗ്രഹം സാധിച്ചു തരണമെന്ന് ഭഗവാനോട് മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കണം. ചെയ്തു പോയ പൂജയിൽ തെറ്റുകളുണ്ടെങ്കിൽ അതും പുറത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് എഴുന്നേക്കാം. ദീപം തന്നെ കെട്ടോട്ടെ. വെറ്റിലയിലെ കുങ്കുമം അടുത്ത ചൊവ്വാഴ്ച വരെയുള്ള കുങ്കുമമാണ്. അതപ്പം എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ നെറ്റിയിൽ തൊടണം. ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത് അവർ വേണം ഇത് നെറ്റിയിൽ തൊടാൻ. ഇനിയിപ്പം മക്കളൊക്കെ പുറത്താണ്, മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാരാണ് ചെയ്തത്, അവരടുത്തില്ലെങ്കിൽ അമ്മമാർക്കത് മക്കൾക്ക് വേണ്ടിയിട്ട് തൊടാം. അങ്ങനെ തൊടണം. അപ്പം വെറുതെ ആ കുങ്കുമം പാഴാക്കി കളയരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഒറ്റ ആഴ്ചത്തേക്കുള്ള കുങ്കുമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേശ്ശെ ഒരല്പം എടുത്ത് നമ്മൾ നെറ്റിയിൽ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതിയാവും. പിന്നെ ആ ഒരു വെറ്റില ബുധനാഴ്ച നമ്മൾ ആ ഒരു കുങ്കുമം ഒരു അടച്ചുറപ്പുള്ള ഡെപ്പിയിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലോ ഇട്ടതിന് ശേഷം ആ ഒരു വെറ്റില ചുരുട്ടി നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലെ മണ്ണ് മാറ്റിയിട്ട് അങ്ങോട്ടിട്ടാൽ മതിയാവും. ഇനിയിപ്പോൾ ചെടിയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കാൽപ്പെടാത്ത എവിടെയെങ്കിലും ആ ഒരു വെറ്റില കളഞ്ഞാൽ മതിയോ. ഇങ്ങനെ വേണം 6 ചൊവ്വാഴ്ചയും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ.
തീർച്ചയായിട്ടും നിങ്ങൾ ഈ പൂജ തുടങ്ങി ഈ പൂജ അവസാനിപ്പിക്കുന്നതിന് മുൻപ്, അതായത് 6ാമത്തെ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്തായാലും അത് ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും. അത്ര പവറുള്ളൊരു പൂജയാണിത്. ചെറിയ വഴിപാടല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.